ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വലിയ തരത്തിലുള്ള അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായി. ഇനിയും മരണസംഖ്യ കൂടാനുള്ള സാധ്യതയുമുണ്ട്. അല്പസമയം മുൻപ് ഇതിൽ മാപ്പ് ചോദിച്ച് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ആ മാപ്പ് പറച്ചിലൊന്നും തീരില്ല. വലിയ തരത്തിലുള്ള വിവാദത്തിലേക്ക്, സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളിലേക്ക് പോകുകയാണ് എന്നുള്ളതാണ്. അവിടെ ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ടും ആഘോഷ പരിപാടികൾ ഒരു വശത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. രുജീഷ് വി രവീന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിലവിൽ അവിടെ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? എത്ര പേർക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്? അതുപോലെ തന്നെ ഈ പരിപാടി ഇപ്പോഴും പുരോഗമിക്കുകയാണല്ലോ. സ്വാധീനം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. കാരണം ആ പരിപാടി പെട്ടെന്ന് മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ഈ ആരാധകരെ ഈ ഒരു പരിപാടിയിലേക്ക് കാണാൻ വേണ്ടി മാത്രം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി എത്തിയ ആരാധകരാണ്. അത്തരത്തിൽ ആരാധകരെ പ്രകോപിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് കൊണ്ടുപോകാൻ എന്തായാലും സംഘാടകർ തയ്യാറാകുന്നില്ല. മാത്രമല്ല ഈ ഒരു ആഘോഷ പരിപാടി അവരെ സംബന്ധിച്ച് അത് വളരെ അഭിമാനകരമായ ഒരു ആഘോഷ പരിപാടി നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ്. തിരക്കുകളിൽ ഉണ്ടായത് അത് ടീമിൻ്റെ ഭാഗമായി ഉണ്ടായ ഏതെങ്കിലും ഒരു പ്രശ്നവുമല്ല. അതുകൊണ്ട് തന്നെ ആ പരിപാടി എന്തായാലും ഔദ്യോഗികമായി മാറ്റിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയില്ല. എനിക്ക് തോന്നുന്നത് ഈ നിമിഷം അത് സമയം വെട്ടിച്ചുരുക്കാനുള്ള ഒരു ശ്രമം സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ തീരുമാനിച്ചതുപോലെയല്ല ഈ പരിപാടി തുടങ്ങിയതും. കാരണം ഒരു 1.5 മണിക്കൂറോളം വൈകിയാണ് ഈ പരിപാടി, സ്റ്റേഡിയത്തിലെ പരിപാടി തുടങ്ങിയത്. അത് ഈ ഒരു തിരക്കിൻ്റെ സാഹചര്യത്തിലാണ് അത്തരത്തിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ പരിപാടി വെട്ടിച്ചുരുക്കാനുള്ള ഒരു സാഹചര്യം മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. പക്ഷേ ആ പരിപാടി ഔദ്യോഗികമായി തന്നെ അവിടെ നടക്കുന്നുണ്ട്. വലിയ തരത്തിൽ ഒരു 50,000 അടുത്തേക്ക് ആളുകളെ എത്തിച്ചേർന്ന ഒരു സമയമാണ്. ആ ആരാധകരെല്ലാം തന്നെ സാധാരണഗതിയിൽ ചിന്നസ്വാമി സ്റ്റേഡിയം എപ്പോഴും നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് അവരുടെ മത്സരം നടക്കുമ്പോഴുള്ളത്. ഇത്തവണ അത് 18 വർഷത്തിന് ശേഷം അവരൊരു കിരീടം നേടുമ്പോൾ ആ കിരീട നേട്ടം ആഘോഷിക്കുകയാണ്. ആ പരിപാടി എന്തായാലും ഔദ്യോഗികമായി നിർത്തിവെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ വലിയ വിമർശനം ഒരു ഭാഗത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലും കാണുന്നുണ്ട്. കാരണം ഒരു ദുരന്ത പശ്ചാത്തലത്തിൽ വീണ്ടും പരിപാടി നടത്തുന്നത് എങ്ങനെയെന്ന തരത്തിൽ ഒരു വിമർശനം ഒരു ഭാഗത്തുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഒന്ന്, ഇത്രയും വലിയ ഒരു ആരാധക കൂട്ടം എത്തിച്ചേർന്ന ഒരു സാഹചര്യത്തിൽ അവരെയും പ്രകോപിപ്പിക്കാതെ ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. കാരണം വലിയ തരത്തിൽ രാവിലെ മുതൽ നമ്മൾ കാണുന്നതാണ് ബംഗളൂരു നഗരത്തിലാകെ ആരാധകർ ബംഗളൂരു ടീമിൻ്റെ ജേഴ്സി അണിഞ്ഞ് പതാകയുമായി വാഹന റാലിയായി അങ്ങനെ ബംഗളൂരു നഗരമാകെ ഈ ആരാധകർ കീഴടക്കുന്ന സാഹചര്യമാണ് രാവിലെ മുതൽ കണ്ടത്. ഇന്നലെ രാത്രിയൊക്കെ ആഘോഷങ്ങൾ ആ തരത്തിലായിരുന്നു. അത് ഏറ്റവും ഒടുവിൽ അത് പരിസമാപ്തി ആകേണ്ട ഒരു നിമിഷത്തിലേക്കാണ്. ഒരു സന്തോഷത്തോടെ ആരാധകർ ആഘോഷത്തോടെ പിരിയേണ്ട ഒരു നിമിഷമാണ് നമുക്ക് കണ്ണീർ സമ്മാനിച്ച് കടന്നു പോകുന്നത് എന്നാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. IPL-ലെ ആദ്യ കിരീട നേട്ടത്തിന് ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ഒരുക്കിയ സ്വീകരണത്തിനിടെയാണ് തിക്കിലും തിരക്കിലും വലിയ തരത്തിലുള്ള അപകടം ഉണ്ടായിരിക്കുന്നത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ ആഘോഷത്തിനെത്തിയവർ ഒത്തുകൂടിയതാണ് ഇത്ര വലിയ അപകടത്തിന് കാരണമായത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ആളുകളുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു എന്നുള്ളതാണ്. പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ സ്റ്റേഡിയത്തിന് മുന്നിൽ വലിയ തിരക്കായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരുന്നു. പ്രത്യേകമായി തന്നെ പോലീസ് പറഞ്ഞിരുന്നു കുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവരരുതെന്ന്. എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തി, അത്തരം നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് അവിടെ പരിപാടി സംഘടിപ്പിച്ചത് എന്നുള്ളതാണ്. ആദ്യം ഈ ഒരു വിക്ടറി പരേഡ് നടത്തുന്നില്ല, പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു. എന്നാൽ പിന്നീട് പെട്ടെന്നാണ് ഈ ഒരു പരിപാടി നടത്താനുള്ള തീരുമാനമുണ്ടാകുന്നത്. അത് വലിയ അപകടത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്, അപകടത്തിലേക്ക് കലാശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രുജീഷ്, നമുക്കറിയാം ബംഗളൂരു നഗരം എന്ന് പറയുന്നത് വലിയ തരത്തിൽ തിരക്കുള്ള നഗരമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്രയധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അവരെ കൃത്യമായിട്ട് ആശുപത്രിയിലേക്ക് എത്തിക്കാനൊക്കെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാകും. ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങൾ അവിടേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരവുമാകും. എങ്ങനെയാണ് ആളുകളെ ഇപ്പോൾ ആശുപത്രിയിലേക്കൊക്കെ എത്തിക്കുന്നത്? സ്വാതി, ഇപ്പോൾ മരണസംഖ്യ 11 മാറിയിട്ടുണ്ട്. അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ, കാരണം വലിയ ആശങ്ക ആശുപത്രിയിലുള്ള ആളുകളുടെ കാര്യത്തിലും വലിയ ആശങ്ക തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിമിഷം ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് എന്ന് മനസ്സിലാക്കുന്നത് 11 മരണമായി അത് മാറിയിട്ടുണ്ട്. ഇപ്പോഴും നിരവധി ആളുകൾ പരിക്കേറ്റ് ആശുപത്രിയിൽ തന്നെ കഴിയുകയാണ്. ഇവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതും വലിയ, നേരത്തെ സ്വാതി സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു. കാരണം വലിയ ആരാധക കൂട്ടം ഉള്ള ഒരു സ്ഥലം, അവിടെ റോഡ് മാത്രമല്ല
അതിന് ഇരുവശങ്ങളിലുമായുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ആരാധകർ നിറഞ്ഞു കവിയുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ആംബുലൻസിന് പോകാൻ പോലും സ്ഥലമുണ്ടായിരുന്നില്ല. ഒരു ഭാഗത്ത് ആംബുലൻസ് പോകുമ്പോൾ അതിന് മുന്നിൽ വളണ്ടിയർമാരും മറ്റ് ആളുകളും ചേർന്നുകൊണ്ട് ഈ ആരാധകരെ പരമാവധി മാറ്റിയാണ് ആംബുലൻസിന് പോലും അവിടെ നിന്ന് സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായത്. നമുക്കറിയാം, ഒരു സ്റ്റേഡിയത്തിൻ്റെ റോഡുകളും സ്റ്റേഡിയത്തിൻ്റെ വഴികളൊക്കെ സാധാരണഗതിയിൽ വലിയ തരത്തിൽ ഒരു വിസ്തീർണമുള്ള സ്ഥലം തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെയൊക്കെ ആരാധകർ തിങ്ങി നിറഞ്ഞ ഒരു സാഹചര്യമാണ്. ആളുകൾക്ക് അങ്ങോട്ട് ഒന്ന് മാറി നിൽക്കാൻ പോലും പറ്റാത്ത തരത്തിൽ അത്രമാത്രം വലിയ തിരക്ക് അവിടെ കാണാൻ ഉണ്ടായിരുന്നു. സ്റ്റേഡിയത്തിനുള്ളിലേക്ക് ആളുകൾ നിറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ആരാധകരായിരുന്നു സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രമാത്രം ആരാധകർ ഈ ഒരു പരിപാടി കാണാൻ വേണ്ടി സ്റ്റേഡിയത്തിന് ഉൾക്കൊള്ളാൻ പറ്റാവുന്നതിനും അധികം ആളുകൾ എത്തിച്ചേർന്നതാണ് ഈ ഒരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ വഴിവെച്ചത്. അവിടെ ഒരു മഴ പെട്ടെന്നുണ്ടായപ്പോൾ അത് അവിടെയുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും താളം തെറ്റിച്ചു. നേരത്തെ തന്നെ ഈ ആളുകളെ ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ച് നിർത്താനുള്ള ഒരു ശ്രമമൊക്കെ പോലീസ് നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല. വലിയ തിരക്കിലേക്ക് കാര്യങ്ങൾ പോയി. ആംബുലൻസിനെ പോലും ആ ആളുകൾക്കിടയിലേക്ക് നിന്ന് കൊണ്ടുപോകാൻ വലിയ പ്രയാസം നേരിട്ടു. എന്തായാലും പരമാവധി ആളുകളെ ഈ പ്രശ്നങ്ങൾ നേരിട്ട എല്ലാവരെയും തന്നെ വിവിധ ആശുപത്രികളിലേക്കായി മാറ്റാൻ പിന്നീട് പോലീസിന് സാധിച്ചു. ഇപ്പോഴും ആ തിരക്ക് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പോലീസും വളരെ ജാഗരൂകരായി അവിടെയുള്ള ആളുകൾക്കിടയിലേക്ക് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടോ എന്ന് കൃത്യമായ ഒരു പരിശോധന ആ രീതിയിലും നടത്തുന്നുണ്ട്. കാരണം ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് 50,000-ന് ഓളം ആളുകൾ ആ സ്റ്റേഡിയത്തിൻ്റെ പരിസരങ്ങളിൽ സ്റ്റേഡിയത്തിനുള്ളിലായി ആകെ ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം. കാരണം ഇപ്പോഴും ഈ ആശങ്കയുടെ സാഹചര്യം അവസാനിച്ചിട്ടില്ല. ആ പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അത് രാത്രിയിലേക്ക് പോവുകയാണ്. ഇനി കുറച്ചുകൂടി സങ്കീർണമായ സമയമാണ്. കാരണം ഇരുട്ടിൽ ആ ആളുകളെ കൃത്യമായി തന്നെ അവിടെ നിന്ന് ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം സുരക്ഷിതമായി പുറത്ത് എത്തിക്കേണ്ടത് പോലീസിൻ്റെ കൂടി ഒരു ചുമതലയായി മാറിയിരിക്കുന്നു. കാരണം ഇതൊരു സർക്കാരിൻ്റെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അവർ നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നിട്ടും അത് വകവയ്ക്കാതെ നടത്തിയ ഒരു പരിപാടി ഒരു ദുരന്തമായി മാറി. ആ പരിപാടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഇനി അടുത്ത മണിക്കൂറുകളിൽ ഇവർ പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം കൂടി പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി സ്വകാര്യ വാഹനങ്ങളെ ഈ നഗരത്തിലേക്ക് എത്തിക്കാതെ ഒഴിവാക്കാൻ പോലീസ് ഒരു ശ്രമം നടത്തിയിരുന്നു. പരമാവധി മെട്രോയും മറ്റ് സ്വകാര്യ സംവിധാനങ്ങളും ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പ് മെട്രോ സംവിധാനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ തിരക്ക് നിയന്ത്രിക്കാനായി ഇനി അടുത്ത ഈ മത്സര പരിപാടി കഴിഞ്ഞതിന് ശേഷം, ഈ ആഘോഷ പരിപാടി കഴിഞ്ഞതിന് ശേഷം പുറത്തു വരുന്ന നിമിഷം ആ മെട്രോ സർവീസ് തുടങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ആളുകളെ സ്വകാര്യ വാഹനങ്ങൾ പരമാവധി ഒഴിവാക്കി ആളുകളെ ഈ നഗരത്തിൻ്റെ പ്രധാന മേഖലയിൽ നിന്ന് ഒഴിവാക്കേണ്ടത് പോലീസിന് ഒരു വെല്ലുവിളിയായി ഇനി മാറും എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇരുട്ടിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ രാത്രിയിലേക്ക് ആകുന്നു. അത് വലിയൊരു പ്രതിസന്ധിയാണ് പോലീസിന് മുന്നിൽ സൃഷ്ടിക്കുക. ഏതായാലും 11 മരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതാണ് വളരെ ദൗർഭാഗ്യകരമായ കാര്യം. മരണസംഖ്യ ഇനിയും ഉയരും എന്ന ആശങ്കയാണ് ഇപ്പോഴുള്ളത്.